ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സബു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ജടായുപ്പാറ കാണാനുള്ള യാത്രയാണ്. ജടായുപ്പാറ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഉച്ച സമയമായത് കാരണം കുഴിമന്തിയൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് യാത്ര തിരിച്ചത്. അപ്പോൾ നമുക്ക് ഈ റോഡിൽ നിന്ന് തന്നെ ജടായുപ്പാറയുടെ സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ജടായുപ്പാറ കയറുന്നതിന് മുൻപായിട്ട് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ആദ്യത്തെ കൗണ്ടറിലെന്ന് പറയുന്നത് ടിക്കറ്റിന് ക്യാഷ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അവിടെ കാർഡോ ഡിജിറ്റൽ പേയ്മെൻറ്റോ എടുക്കുന്നില്ലായിരുന്നു. നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും ക്യാഷായിട്ട് തന്നെ കരുതുക. അതിനുശേഷം അവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് യാത്ര പോകാൻ സാധിക്കുന്നത്, മേളിലേക്ക് കയറാൻ സാധിക്കുന്നത്. ഒന്ന്, കാൽനടയായിട്ട് നമുക്ക് കയറാം. രണ്ട്, നമുക്ക് സിപ്പ് ലൈൻ ഉപയോഗിച്ച് കയറാം. അപ്പോൾ നല്ല പൊക്കമുള്ളത് കാരണവും അവിടം വരെ എത്തുമ്പോഴത്തേക്കും കയറാനുള്ള അവസ്ഥ ഇല്ലാത്തത് കാരണവും ഞങ്ങൾ കാൽനട ഉപേക്ഷിച്ചു. ഞങ്ങൾ സിപ്പ് ലൈനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് 500 രൂപയാണ് സിപ്പ് ലൈനിൽ പോയി വരാനുള്ള ചാർജ് എന്നുള്ളത്. അപ്പോൾ സിപ്പ് ലൈൻ എടുക്കുന്നവർക്ക് ടിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് കൗണ്ടറാണ്. അവിടെ നമുക്ക് കാർഡായിട്ടോ ഗൂഗിൾ പേ ഡിജിറ്റൽ പേയ്മെൻറ്റൊക്കെ ചെയ്യാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിപ്പ് ലൈൻ കാണുന്നതും അതിൽ കയറുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. വലിയ വലിയ മെഷീനറീസൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വലിയൊരു വീൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അത് അതിൻ്റെ സിപ്പ് ലൈൻ കാറിൻ്റെ വീലായിരുന്നു. പിന്നെ കുറേ കേബിളൊക്കെ കാണാൻ സാധിക്കും അങ്ങോട്ട്. അപ്പോൾ ഇതൊരു 4 പേരായിട്ടാണ് ഇരിക്കുന്ന സാധനം, അതായത് ചെയർ കാറോ എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ അതൊരു 4 പേരായിട്ടാണ് നാല് ചെയർ കാർ ഒരു സെറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം ഇതിപ്പം മുകളിൽ പോയി തിരിച്ചു വരുന്ന ടൂറിസ്റ്റാണ് അതിൻ്റെ അകത്തുള്ളത്. അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. അവർ ആ സൈഡിൽ എക്സിറ്റ് ചെയ്യാം, അവരപ്പോൾ ഇറങ്ങും. അത് കഴിഞ്ഞ് ഇത് തന്നെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് എൻട്രൻസ്, അതായത് കയറാൻ സാധിക്കും. അപ്പം ഞാൻ വിചാരിച്ച ഇത് കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആളുകളെ ഇറക്കും, എന്നിട്ട് നമുക്ക് കയറി പോകാം എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ഇതിങ്ങനെ മൂവായിക്കൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് ആ മൂവായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇറങ്ങേണ്ടതും കയറേണ്ടതും. എന്നുവെച്ചാൽ ഒത്തിരി സ്പീഡില്ല കേട്ടോ, വളരെ പതുക്കെയാണ് ഇത് മൂവായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യാം. ഞങ്ങൾക്ക് പോകാനുള്ള ചെയർ കാർ വന്നിട്ട് സിപ്പ് ലൈൻ കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങി വരുമ്പോൾ ഞങ്ങൾ കയറും. വളരെ നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. വളരെ അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സത്യം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കയറി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഉയരങ്ങളോട്, ഹൈറ്റിനോട് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി, മേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്.
ഒരൊറ്റ സ്പീഡിലാണ് കേട്ടോ ഇത് മേളിലേക്ക് കയറുന്നത്. ഒരു ലെവൽ വരെ ഇത് പൊക്കത്തേക്ക് ഒറ്റ സ്പീഡിലാണ് അങ്ങോട്ട് കയറുന്നത്. നന്നായി പേടിച്ചു. എനിക്ക് ഹൈറ്റിനോട് പേടിയുള്ളതുകൊണ്ടാണ്. താഴത്ത് കാണാമല്ലോ, നമുക്ക് സ്റ്റെപ്സൊക്കെ കാണാം. കാൽനടയായിട്ട് പോകുന്നവർക്ക് കയറി ഈ വഴിയാണ് പോകേണ്ടത്. മുകളിലേക്ക് കയറും തോറും നമുക്ക് നമ്മുടെ കുന്നുകളും മലകളും പച്ചപ്പും ഒക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഭംഗിയും നമുക്ക് എടുത്തറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചെറിയ മഴയുടെയൊക്കെ ഒരു ലക്ഷണമുണ്ടായിരുന്നു. പക്ഷെ കയറിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ വെയിലും ഇല്ല മഴയും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൗഡി ക്ലൈമറ്റായിരുന്നു. ഇതിങ്ങനെ കയറിയ ഒരു പോയിന്റിലെത്തി. ഇനി അവിടെ സ്ലോ ചെയ്തു. നമുക്ക് കണ്ടോ, ഈ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ സാധിക്കും. ഓപ്പോസിറ്റായിട്ട് പാറയുടെ മുകളിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന ആ സിപ്പ് ലൈൻ സെറ്റാണ് വരുന്നത്. മേഘങ്ങളുണ്ട്, നല്ല കറുത്ത മേഘങ്ങളാണ്, മഴ പെയ്യും. ആ സിപ്പ് ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിർത്തിയിട്ടു കുറച്ച് നേരം. അപ്പോൾ ഇവിടെ വലിയ ഹൈറ്റ് തോന്നിയില്ല, അത് കാരണം എനിക്ക് പേടിയും തോന്നിയില്ല. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ക്രോസ് ചെയ്ത് പോയതിന് ശേഷമാണ് ഇത് വിടുന്നത്. ഇത് അവരങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പല നിറത്തിലാണ് ഈ ചെയർ കാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പോയത് ബ്ലൂ കളറ്, എന്താണ്ട് ആ അപ്പുറത്ത് പോകുന്ന സെറ്റ് ഗ്രീൻ, അതുപോലെ യെല്ലോ വൈറ്റ് ആ സെറ്റുകളും ഞാൻ കണ്ടു. ഇവിടെ ആയിട്ടൊരു ഹെലിപാഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. VIPസിനും വലിയ വലിയ ആൾക്കാരൊക്കെ വരാനുള്ള സൗകര്യത്തിനായിരിക്കാം ഹെലിപാഡിൻ്റെ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണം നമുക്ക് ഇറങ്ങാൻ. ഇത് കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യില്ല. പേടിയുള്ളത് കാരണം ഞാൻ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും എത്തി, പാറയുടെ മുകളിലെത്തി. അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജടായു പാറയുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയിലാണ് ആ കല്ലിൽ അവർ ശില്പം തീർത്തിരിക്കുന്നത്. ജടായു വീണ് കിടക്കുന്ന പോലെയുള്ള ഒരു തിരിഞ്ഞാണ് കിടക്കുന്നത്. ആ ഒരു രീതിയിലാണ് ജടായുവിനെ അവർ കുത്തി വച്ചിരിക്കുന്നത്. നല്ല വൃത്തിയും നല്ല ക്ലീനായിട്ടായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റും നല്ല തണുപ്പും. നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ തോന്നും ഭയങ്കര വെയിലായിരിക്കുമല്ലോ, നമ്മൾ എങ്ങനെ ഇവിടെ ചെന്നു. പക്ഷെ മേലിലെത്തിയപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അവിടെ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും. നമുക്ക് സിപ്പ് ലൈനൊക്കെ പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ കണ്ടോ.
ആ ജടായുപ്പാറയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചുറ്റുപാടും പച്ചപ്പ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം സ്റ്റോൺ വർക്കാണ്. സ്റ്റോൺസ് ഒരു പ്രത്യേക കളറിൽ നല്ല രസമുണ്ട് കാണാൻ. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് എൻട്രി ഇല്ലായിരുന്നു, അതെന്തോ അടച്ചിട്ടിരിക്കുന്നു. പിന്നെ അവിടെ ഒരു ഗ്രൗണ്ട് കാണാം. പുല്ലൊക്കെ ഇങ്ങനെ വിരിച്ച്, നല്ല പച്ചപ്പാർന്ന പുല്ല് വിരിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ട്. അവിടെ നമുക്കിരിക്കാം. ഇപ്പോൾ ജടായുപ്പാറ ഇങ്ങനെ നമുക്ക് ചുറ്റി നടന്ന് കാണാം. അതിന് ചുറ്റും ഇങ്ങനെ ഇതേപോലെയുള്ള സ്ഥലമാണ്. അതിൻ്റെ വിങ്സിലൊന്നും ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അടുത്ത് പോയി നമുക്ക് ടച്ച് ചെയ്യാനോ അതിനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അത് വൃത്തികേടാകുമെന്നുള്ള ഒരു രീതിയിലായിരിക്കാം അവിടെ സെക്യൂരിറ്റി അലൗ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിലിരിക്കുകയോ അതിനെ കൂടുതൽ ഫോഴ്സായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അത് നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണുന്നതായിരിക്കും നല്ലത്. പക്ഷെ കുറച്ച് ആളുകളൊക്കെ ഞാൻ കണ്ടു അതിൻ്റെ വിങ്സിലൊക്കെ കയറി ഇരിക്കാൻ നോക്കുന്നതും. പക്ഷെ അവരെയൊക്കെ സെക്യൂരിറ്റി പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. മെയിനായിട്ടൊരു അമ്പലമൊക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തീർത്തിരിക്കുന്ന അമ്പലം. ആവശ്യക്കാർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു. വളരെ അതിശയിപ്പിക്കുന്ന ശില്പമായിട്ടാണ് നമുക്കിത് തോന്നുന്നത്. എത്ര സമയമെടുത്തിട്ടായിരിക്കും അല്ലേ ഇത് പണി കഴിപ്പിച്ചത്. അതിൻ്റെ ഓരോ കൊത്തുപണികളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അതിലേറെ നമുക്ക് പ്രൗഡും ഫീലാകും. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ അഭിമാനം തോന്നുന്ന ഒരു ഇതാണ്. ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടുണ്ട്. നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ചുറ്റുമൊക്കെ ഇരിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ വല്ല ഈവൻസൊക്കെ നടത്തുമായിരിക്കും. അപ്പോൾ അതിനുള്ള ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡാൻസൊക്കെ അറിയാവുന്നവർക്ക് നടുക്ക് നിന്ന് ഡാൻസൊക്കെ കളിക്കാം. അത് ആ ഒരു സെറ്റാണ് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് ഗ്ലാസ് ഇട്ട് നമുക്ക് ആ ഏരിയയുടെ വ്യൂ നന്നായിട്ട് കാണാൻ സാധിക്കും. ഗ്ലാസ് ഇട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജടായുപ്പാറയുടെ അടുത്ത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മഴ, ഞാൻ പറഞ്ഞല്ലോ ക്ലൗഡി വെതറായിരുന്നു. അപ്പോൾ മഴ സ്റ്റാർട്ടായി. നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ആ മഴയത്ത് തന്നെയാണ് സിപ്പ് ലൈനിൽ തിരിച്ചിറങ്ങിയത്. നല്ല മഴ സമയത്ത് ഇറങ്ങിയത് കാരണം ഈ സിപ്പ് ലൈനിൽ പോകാനും ഇച്ചിരി പേടിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻസ്ട്രക്ഷനും എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് വായിക്കാൻ സാധിക്കും. അതായത് നല്ല കാറ്റും മഴയുമുള്ള സമയങ്ങളിൽ ഇത് നല്ലോണം ആടാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് നേരം ചിലപ്പോൾ നിർത്തിയിട്ടെന്നും വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് അതിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഗൈസ്, ഇന്നത്തെ ജടായുപ്പാറ വിസിറ്റ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസും ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. ആൻഡ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.